ആസിഫ് അലി എന്ന നടൻ്റെ കരിയർ ഗ്രോത്താണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ആസിഫ് അലി എന്ന നടൻ കണ്ടിന്യൂസ് ആയിട്ട് പരാജയ ചിത്രങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനും കൂടാതെ തന്നെ ഉള്ള എഫേർട്ടും ഹാർഡ് വർക്കും അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇപ്പോൾ ഒരു കരിയർ ഗ്രോത്ത് അങ്ങേയറ്റം വലിയൊരു ഗ്രോത്തിലോട്ട് തന്നെ പുള്ളി എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പുള്ളിയുടെ സിനിമകളുടെ ഒരു അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. പുള്ളി ആദ്യമേ അഭിനയിച്ച് പുറത്തിറങ്ങുന്നത് 2009 പുറത്തിറങ്ങിയിട്ടുള്ള ഋതു എന്ന ചിത്രത്തിലാണ്. ഈ ഒരു ചിത്രം വലിയ രീതിയിലുള്ള ഒരു ഹിറ്റ് ഒന്നുമായി മാറിയിട്ടില്ലായിരുന്നു. പിന്നീട് പുള്ളി അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രങ്ങളായിരുന്നു കഥ തുടരുമ്പോൾ, ട്രാഫിക്, സോൾട്ട് ആൻഡ് പേപ്പർ, സെവൻസ്, ഓർഡിനറി, ഹസ്ബൻഡ്സ് ഇൻ ഗോവ എന്നീ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളിലൊക്കെ പുള്ളി അഭിനയിച്ചെങ്കിലും പുള്ളി ഒരു ആക്ടർ എന്ന ലെവലിൽ ഒന്നും എത്തിച്ചേരാൻ സാധിച്ചില്ലായിരുന്നു. ആ ഒരു ആക്ടർ എന്ന ലെവലിൽ എത്തിച്ചേർക്കാൻ സഹായിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഘടകമായ ചിത്രം തന്നെയായിരുന്നു ഹണീബി എന്ന ചിത്രം. ഈ ഒരു ചിത്രം യൂത്തിൻ്റെ ഇടയിൽ അന്ന് വലിയ രീതിയിൽ തരംഗം തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നു. 2013 ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ളത്. ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളത് ഈ ഒരു ചിത്രം തന്നെയായിരുന്നു. ഈ ഒരു ചിത്രത്തിലൂടെ ആസിഫ് അലിക്ക് വലിയൊരു വൈഡർ ഓഡിയൻസിലോട്ട് എത്തിച്ചേരാനും വലിയ രീതിയിലുള്ള ഫാൻസ് ഒക്കെ ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ നേടിയെടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നു. ഈ ചിത്രങ്ങൾക്ക് ശേഷം ആസിഫ് അലിയുടെ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയായിരുന്നു കണ്ടിട്ടുള്ളത്. പിന്നെ പുള്ളിയുടേതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു വെള്ളിമുങ്ങ എന്ന ചിത്രം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബിജു മേനോൻ ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ ലാസ്റ്റ് ഒരു ഗസ്റ്റ് റോളിലായിട്ടാണ് ആസിഫ് അലി ഈ ഒരു ചിത്രത്തിൽ എത്തുന്നത്. ഈ ഒരു ചിത്രം 2014 ആയിരുന്നു തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ആസിഫ് അലി നായകനെ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു 2015 പുറത്തിറങ്ങിയിട്ടുള്ള കോഹിന്നൂർ എന്ന ചിത്രം. ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. പിന്നീട് പുറത്തിറങ്ങിയ അമർ അക്ബർ അന്തോണിയിലെ ഒരു ചെറിയ വേഷത്തിലായാലും പുള്ളി എത്തിയിട്ടുണ്ടെങ്കിലും ആ ഒരു ചിത്രമായാലും തിയേറ്ററിൽ ഹിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു. അതിലെ ക്യാരക്ടറായാലും വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. പിന്നീട് പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു യാജമ്മ അറ്റ് യാഹു എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ ചാക്കോച്ചനും ആസിഫ് അലിയും ലീഡ് റോളിൽ എത്തിയെങ്കിലും മികച്ചൊരു സിനിമ തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രവും. പിന്നീടായിട്ടുള്ള ആസിഫ് അലിയുടെ പുറത്തിറങ്ങിയിട്ടുള്ള 2016 ഒരു ചിത്രമായിരുന്നു അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചു. അന്ന് തിയേറ്ററിൽ വലിയൊരു വിജയമായി മാറിയിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു. ഈ ഒരു ചിത്രത്തിന് ശേഷം ആസിഫ് അലിയുടെ പുറത്തിറങ്ങിയിട്ടുള്ള 2016 തന്നെ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു കവി ഉദ്ദേശിച്ചത് ഹണീബി 2, ടേക്ക് ഓഫ്, അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ. ഇതിൽ ടേക്ക് ഓഫ് എന്ന ചിത്രം ഒഴിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ചിത്രങ്ങളിലൊക്കെ ഒരു പരാജയം നേരിട്ടിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു. വലിയൊരു വിജയമായി മാറാനൊന്നും സാധിച്ചില്ല. ടേക്ക് ഓഫ് ഒക്കെ ഒരു ഗസ്റ്റ് റോളിലൊക്കെ രീതിയിൽ എത്തിയെങ്കിലും ആ ഒരു ചിത്രം ഹിറ്റായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 2017 തന്നെ ജസ്റ്റ് ജോയി ആസിഫ് അലി കോംബോയിൽ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്ത ചിത്രമായിരുന്നു സൺഡേ ഹോളിഡേയ്സ്. ഈ ഒരു ചിത്രവും തിയേറ്ററിൽ തന്നെ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. പിന്നീട് കുറച്ച് പരാജയ ചിത്രങ്ങളൊക്കെ ആസിഫ് അലി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു കിടിലൻ കംബാക്ക് കൊടുത്തിട്ടുള്ളത് ഇതേ കോംബോയിൽ ഒരു ചിത്രമായിരുന്നു വിജയ് സൂപ്പറും പൗർണമി എന്ന ചിത്രം. ജിസ് ജോയി ആസിഫ് അലി കോംബോയിൽ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയ വിജയ് സൂപ്പറും പൗർണമി എന്ന ചിത്രവും തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു കണ്ടിന്യൂസ് പരാജയ ചിത്രങ്ങൾ വരുന്നത് ആസിഫ് അലിക്ക് മേരാ നാം ഷാജി, കക്ഷി, അമ്മണിപ്പിള്ള, അണ്ടർവേൾഡ് എന്നീ ചിത്രങ്ങൾ. പിന്നീട് വലിയൊരു കംബാക്കിനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുത്ത ഒരു ചിത്രമായിരുന്നു കെട്ടിയോ ആൻഡ് മാലാഹ എന്ന ചിത്രം. ഈ ഒരു ചിത്രം യൂത്തിനൊന്നും വലിയ രീതിയിലുള്ള ഒരു അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു ചിത്രമായിരുന്നു. ഇതിലെ വലിയൊരു രീതിയിൽ തന്നെ തരംഗമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ആസിഫ് അലിയുടേത്. മികച്ച രീതിയിലുള്ള അഭിനയം ഈ ഒരു ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫാമിലി ഓഡിയൻസ് ഈ ഒരു ചിത്രത്തെ കൈവിടാതെ ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിൽ ഒരു ഹിറ്റായി മാറിയിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു. പിന്നീട് ഒരു ആസിഫ് അലിയുടെ കണ്ടിന്യൂസ് പരാജയങ്ങളുടെ ഒരു ചിത്രങ്ങളുടെ ലിസ്റ്റ് തന്നെയായിരുന്നു എല്ലാം ശരിയാകും, കുഞ്ഞൽദോ, കൊത്ത്, മഹാവീര്യർ എന്നീ ചിത്രങ്ങളൊക്കെ. എന്നാൽ പോലും എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ഒരു കിടിലൻ കംബാക്ക് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന്. പിന്നീട് മമ്മൂക്കയുടെ റോഷാക്ക് എന്ന ചിത്രത്തിൽ ചെറിയൊരു വില്ലൻ വേഷത്തിലെത്തി. പിന്നീട് ജിത്തു ജോസഫിന്റെ കൂമൻ എന്ന ചിത്രം ഹിറ്റായതോടെ ഒരു അത്യാവശ്യം വലിയൊരു വിജയമായി മാറില്ലും ഒരു അത്യാവശ്യം ഒരു ഹിറ്റായി മാറിയിട്ടുള്ള ചിത്രം കൂടിയായിരുന്നു. പിന്നീട് 2018 എന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തി ബ്ലോക്ക് ബസ്റ്ററായി മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പുള്ളി നായകനെ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു കാസർഗോഡ്, കൂടാതെ തന്നെ ഒറ്റ എന്ന ചിത്രങ്ങൾ. ഈ രണ്ട് ചിത്രങ്ങളും തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് എല്ലാവർക്കും പ്രതീക്ഷ കുറഞ്ഞു വരുന്ന കാഴ്ചയായിരുന്നു കണ്ടിട്ടുള്ളത്. എന്നാലും വീണ്ടും വിജയ് സൂപ്പറും പൗർണമിയൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ജിസ് ജോയി ആസിഫ് അലി കോംബോ വീണ്ടും ഒന്നിച്ചിട്ടുള്ള ചിത്രമായിരുന്നു തലവൻ എന്ന ചിത്രം. ആ ഒരു ചിത്രത്തിലുള്ള ഒരു കിഡ്ലൻ കംബാക്ക് തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ചിത്രം തിയേറ്ററിൽ നിന്ന് മാത്രം 25 കോടി രൂപ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കി സൂപ്പർ ഹിറ്റ് വിജയമായി മാറിയിട്ടുള്ള ചിത്രമായിരുന്നു. പിന്നീട് പുള്ളിയുടെ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു ലെവൽ ക്രോസ് എന്ന ചിത്രം. ഈ ഒരു ചിത്രം തിയേറ്ററിൽ അന്ന് വലിയ രീതിയിലുള്ള പ്രശംസയോ അല്ലെങ്കിൽ വിജയമോ ഒന്നും ഏറ്റുവാങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ OTT ഇറങ്ങിയ സമയത്ത് ചിത്രത്തിൽ വളരെ മികച്ച റെസ്പോൺസ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ആസിഫിയുടെ അഭിനയം തന്നെ വലിയ രീതിയിൽ തന്നെ എല്ലാവരും തന്നെ പ്രശംസിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. പിന്നീട് പുള്ളിയുടെ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു അഡിയോസ് അമിഗോ എന്ന ചിത്രം. ആസിഫ് അലിയുടെ ഒപ്പം തന്നെ സുരാജേട്ടനും ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിത്രത്തിലൂടെ ഒരു കംബാക്ക് ഒന്നും നേരിടാൻ സാധിക്കാതെ പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. പിന്നീട് പുള്ളിയുടെ ഒരു കിടിലൻ കംബാക്ക് ഉണ്ടാക്കിയ ഒരു ചിത്രമായിരുന്നു കിഷ്കിണ്ട കാണ്ഡം എന്ന ചിത്രം. അന്ന് കിഷ്കിണ്ട കാണ്ഡം എന്ന ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തത് സീറോ ഹൈപ്പിലായിരുന്നു. വലിയൊരു കാരണം തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷം ഓണം റിലീസായി തിയേറ്ററിലേക്ക് റിലീസിനെത്തിയത് 2 വമ്പൻ ചിത്രങ്ങളുടെ കൂട്ടത്തിലായിരുന്നു കിഷ്കിണ്ട കാണ്ഡം അന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ളത്. ഒന്ന് ടൊവിനോയുടെ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം,
ആ ഒരു ചിത്രം ബിഗ് ബഡ്ജറ്റ് ചിത്രവും വലിയ രീതിയിൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേത് കൊണ്ടൽ എന്ന ആന്റണി വർഗീസ് പെപ്പയുടെ ചിത്രമാണ്. RDXന് ശേഷം ആന്റണി വർഗീസ് നായകനാകുന്ന ഒരു ഇടിപ്പടം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അതിനും നല്ല ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൈപ്പ് കുറഞ്ഞു നിൽക്കുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ആസിഫ് അലിയുടെ കിഷ്കിന്ധ കാണ്ഡം എന്ന ചിത്രമാണ്. കാരണം ആസിഫ് അലിയുടെ ലാസ്റ്റ് ഇറങ്ങിയ 2 പടങ്ങളും വലിയ രീതിയിൽ വിജയമൊന്നും ആക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കിഷ്കിന്ധ കാണ്ഡം എന്ന ചിത്രത്തിന് ഹൈപ്പ് വളരെ രീതിയിലുള്ള കുറവ് തന്നെയായിരുന്നു. പക്ഷേ ചിത്രത്തിന് ഫസ്റ്റ് ഡേ മുതൽ വളരെ മികച്ച റെസ്പോൺസ് തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് തന്നെ എല്ലാവർക്കും ആ ഒരു കഥ തന്നെ ഒരു എടുത്തു വെച്ചിരിക്കുന്ന രീതി എല്ലാം തന്നെ വലിയ രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ഒരു ചിത്രം മൗത്ത് പബ്ലിസിറ്റി വഴി അന്ന് തന്നെ 80 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടി. ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രം എന്ന ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് ഈ ഒരു ചിത്രവും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ പ്രൊഡ്യൂസർക്ക് ഏറ്റവും വലിയ ലാഭം ഉണ്ടാക്കി കൊടുത്ത ഒരു ചിത്രം കൂടിയായിരുന്നു കിഷ്കിന്ധ കാണ്ഡം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന് ശേഷം ഈ വർഷം തിയേറ്ററിലേക്ക് റിലീസ് എത്തിയ ആസിഫ് അലി ചിത്രമായിരുന്നു രേഖാചിത്രം എന്ന ചിത്രം. ചിത്രത്തിന് മികച്ച രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ നേടിയെടുക്കാൻ സാധിച്ചു. ഈ വർഷത്തെ ആദ്യത്തെ 50 കോടി കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് രേഖാചിത്രം എന്ന ചിത്രമായിരുന്നു. എന്തായാലും ആസിഫ് അലിയുടെ ഇനിയും ഇതേ രീതിയിൽ തന്നെ വലിയ വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ആസിഫ് അലിയുടെ വരാനിരിക്കുന്ന ചിത്രങ്ങളായാലും വലിയ രീതിയിൽ പ്രതീക്ഷയുള്ള ചിത്രങ്ങളാണ്. അതിൽ ഏറ്റവും വലിയ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് രോഹിത് സംവിധാനം ചെയ്യുന്ന ടിക്കി ടാക്ക എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടനെ തന്നെ തുടങ്ങുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്തായാലും ഇതേ ഗ്രോത്ത് തന്നെ ഇനി മുമ്പോട്ടും ഉണ്ടാക്കട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.